ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചു നേരം വർത്തമാനം പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ രാവിലെ നമ്മുടെ വീഡിയോസ് എടുക്കാനായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേനും ഒന്നുമില്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഡബ് ചെയ്യുമ്പം സ്വരത്തിന്റെ ഒരു പ്രത്യേകത വരുന്നു. ഡബ് ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് എടുക്കും. വീഡിയോസിന്റെ അകത്ത് പിന്നെ നമ്മൾ സൗണ്ട് കൊടുക്കുമ്പോൾ തൊണ്ടയ്ക്ക് ഒരു കരകരപ്പോ ഒരു ഒച്ചടപ്പോ ഇങ്ങനെ ചുമയോ ഒക്കെ വരുന്നു. ആ സമയം വീഡിയോസിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് സംസാരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നില്ല. അത് എന്നാ കുഴപ്പമൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ സംസാരിച്ച് വീഡിയോസ് എടുക്കുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. ഡബ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. ഡബ് ചെയ്യുമ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ള പോലെ തോന്നും. ചുമയ്ക്കാൻ വരുന്ന പോലെ തോന്നും. ശ്വാസം മുട്ടുന്ന പോലെ ഭയങ്കര ഭയം. എന്നാൽ ഞാനെന്നാ ഈ വീഡിയോസ് എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് എടുക്കാം, എന്തെങ്കിലും പറഞ്ഞോണ്ട് ആ വീഡിയോയുടെ കൂടെ തന്നെ ചെയ്യാന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു നല്ല യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അതെടുക്കല്ലേ ഇതെടുക്കല്ലേ എന്ന് അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. വടിയും പത്തലും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് ഒച്ചെടുക്കല്ലേ ഒച്ചെടുക്കല്ലേ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളിലെ എല്ലാവർക്കും തന്നെ അറിയാലോ എന്തൊക്കെയാണ്. നമ്മള് വീട്ടില് പിള്ളേരുണ്ടെങ്കിൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ എന്തൊക്കെ ചെയ്യും, നമ്മൾ എന്തൊക്കെ പറയുമെന്ന് അറിയാലോ. ആ വീടുകളും വാക്കുകളും ഒക്കെ ഇവിടെയും വരും. അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് തന്നെ അത് മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരോട് മിണ്ടാതിരിക്കുക. പക്ഷെ ഇങ്ങനെ ബ്ലോപ്പർ കണ്ടാൽ എല്ലാരും ചിരിച്ചു ചിരിച്ച് മടുത്തു പോവും. ഞാനൊരു നാഗവല്ലിയായി മാറുന്ന സീൻ വരെയുണ്ട്. മക്കള് പറയാ അമ്മയ്ക്ക് ഭദ്രകാളി കൂടി നിപ്പുണ്ടെന്ന് പറയും. അത്രയ്ക്ക് രോഷാകുലമായിട്ടായിരിക്കും എന്റെ പെരുമാറ്റം. ഇപ്പൊ ഈ കാണുന്ന ഞാനൊന്നും വായിക്കില്ല. അപ്പൊ വരുന്ന ചെയ്തിയും ആൾക്കാര് ഫോണ് വിട്ടിട്ട് എടുത്ത് എറിഞ്ഞിട്ട് സ്ഥലം വിടും. അതുപോലത്തെ ദേഷ്യപ്പെടല് ഞാൻ വരും. കടലക്കറി ഉണ്ടാക്കുകയാണ്. ഞാൻ കടലക്കറി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ പച്ചക്ക് പൊടിയൊന്നും ഇടത്തില്ല. ഞാൻ ഇച്ചിരി തേങ്ങ വറുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇറച്ചി മസാലയും കൂടി ചേർത്ത് ഇളക്കും. നന്നായിട്ട് മൊരിച്ചിട്ട് അത് അരയ്ക്കും. പിന്നെ കടുക് വറുത്ത് അതിൻ്റെ അകത്തിട്ട് സവോളയും പച്ചമുളകും എല്ലാം ഇട്ട് വഴറ്റിയിട്ട് അതിലോട്ട് ഒഴിക്കുമ്പോഴത്തേന് ഈ സാധനം അരച്ച ഇതിലോട്ട് ഒഴിക്കും. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഇച്ചിരി ഗോതമ്പ് കൂട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗോതമ്പ് പൊടി വറക്കാനൊന്നും പോകത്തൊന്നുമില്ല. ഗോതമ്പ് സാധാ രീതിയിലൊന്ന് നനയ്ക്കും. ഒത്തിരി കൊഴിഞ്ഞു പോകാതെ നനയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാനത് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. പിന്നെ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ. ഒത്തിരി നേരം കൃഷി ചെയ്യത്തില്ല. ഒരു തവണ കൃഷി ചെയ്യുമ്പോഴത്തേന് ആ കട്ടകളെല്ലാം അങ്ങ് പൊടിയും. നല്ല പൊടിയായിട്ട് കിട്ടും. ഇതിപ്പോ സവോള വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തോട്ട് ഈ കടല ഒഴിക്കാൻ പോകുന്നത്. സവോള വേവിച്ച് വെക്കുന്ന കേട്ടോ കുക്കറിൽ. ആദ്യം കുക്കറിൽ ഇച്ചിരി വേവിച്ച് വെക്കും. അതായത് മിക്സിയിൽ ഞാൻ അടിക്കട്ടെ കേട്ടോ. ഈ മിക്സിയിൽ അടിച്ച് ഞാൻ ഇതിലോട്ട് ഒഴിക്കാം. അപ്പൊ കടലക്കറി ഞാൻ കാണിച്ചു തരാം. പിന്നീട് വ്യക്തമായിട്ട് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. അത് നമ്മളത് അരച്ചെടുക്കുന്നത് വെള്ളം തൊടാതെ അരയ്ക്കണം കേട്ടോ. തേങ്ങ വറുക്കുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് തേങ്ങ ഇടുമ്പോൾ ഇച്ചിരി ശകലം എണ്ണ ഒഴിച്ച് വറുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടത്തിൽ 2 കറിവേപ്പിലയും കൂടെ ഇടുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തിട്ട് 1/2 കിലോ കടല മേടിക്കുന്നത്. അതിൻ്റെ പകുതി എടുക്കുന്നതിനാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1/4 കിലോ കടല മേടിക്കണം കേട്ടോ. ഇവിടെ എരിവ് കുറവ് മതി. അന്നേരം ഒരു 2 സ്പൂണ് മസാലപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി. അത്രയും കൂടെ നന്നായിട്ട് മൂത്ത തേങ്ങക്കകത്തിട്ടിട്ട് വറക്കുക. അത് ഈ വെള്ളം തൊടാതെ അരച്ചെടുക്കണം. അല്ലെങ്കിൽ കളറ് മാറിപ്പോവും, മഞ്ഞച്ചിരിക്കും. ഇതെങ്ങനെ ആകുന്ന അറിയത്തില്ല. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല.
ഇവിടെ ചാറ് ഒരുപാട് വേണം. ചാറ് എന്ത് കറി വെച്ചാലും ചാറ് ചട്ടിക്കകത്ത് പൊങ്ങി നിൽക്കണം. എല്ലാവർക്കും ചാറ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ചാറ് വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല. ഇത് മതി, ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തിട്ട് ചേർത്താൽ മതി. ഇവിടെ ചാറ് വേണ്ടതുകൊണ്ട് ഞാൻ ഇച്ചിരി കടല എടുത്തിട്ട് അരച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ചാറിന് ഇച്ചിരി കൂടുതലും ഒക്കെ വേണ്ടതുകൊണ്ട് ഒരു 2-3 സ്പൂൺ കടല എടുത്തിട്ട് അടിച്ചൊഴിക്കും. ചാറ് വേണ്ടാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. വേണ്ട, നല്ല ഇതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിക്കും. കടലക്കറി ഇങ്ങനെയാണ്. ഇതെന്നാന്ന് വെച്ചാൽ ഞാൻ ആ കടല അരച്ചൊഴിച്ചത് കൊണ്ടാണ് കേട്ടോ. കടല അരച്ചൊഴിക്കാതിരിക്കുവാണെങ്കിൽ ഇത്ര ഇതിലും കറുത്തിരിക്കും. ഞാൻ കടല അരച്ചൊഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കളർ ഇച്ചിരി മാറിപ്പോയത്. കടല അങ്ങനെ അരച്ചൊഴിക്കാതിരിക്കുവാണെങ്കിൽ നല്ല ബ്രൗൺ കളർ തന്നെ ഇരിക്കും കേട്ടോ കറി. എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല. ഇന്ന് കറി റെഡിയാക്കി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കണം. ഇനി ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ അതാണല്ലോ എളുപ്പമെന്ന് ഓർക്കൊണ്ടാണ് ഇനി അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്ത ഗ്യാസിലിട്ടെ. ഇവിടെ എനിക്ക് സ്ഥലപരിമിതി ഉണ്ട്. ഇത് എനിക്ക് മൊബൈൽ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റത്തില്ല. ഞാനിതിപ്പോ ജനലെ ചാരി വെച്ചിട്ടാണ് എടുക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ ചിരട്ടപ്പുട്ട് കുക്കർ ഇപ്പൊ കാണാമല്ലോ. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാം എന്ന് വിചാരിക്കും. ഗോതമ്പിന്റെ ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. തേങ്ങ ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഗോതമ്പൊടി ഞാൻ നനച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വറക്കത്തൊന്നുമില്ല ഗോതമ്പൊടി. ഒരു സാധാ രീതിയിൽ തന്നെ സാധാ രീതിയിൽ ഇച്ചിരി വെള്ളം കുറച്ച് നനച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കും. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കും. അപ്പൊ ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടും. ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. ഒരു കട്ട ഒന്നും പിടിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത് ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. കൂടുതലും ഇങ്ങനെ തേങ്ങായും കൂടി ഇട്ടിട്ട് ക്രഷ് ചെയ്യണേ. അപ്പൊ അതിന് വന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഗോതമ്പൊടിയുടെ കൂടെ തേങ്ങായും കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ. തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ അടിയിലും മണ്ടയിലും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കൃഷി ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ഇട്ടിട്ടില്ല. ഒത്തിരി നനയരുതെന്ന് മാത്രമേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് നനച്ചെടുക്കുക. കട്ടയുണ്ടെങ്കിലും കുഴപ്പമില്ല. അത് കൃഷി ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോയിക്കോളും. ഒത്തിരി നനഞ്ഞ് കുഴഞ്ഞു പോകരുത്. ആവി വന്ന് നിമിഷ നേരം കൊണ്ട് പുട്ട് റെഡിയാവും. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര താമസം. അത് കാരണം ഇന്ന് ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്നത്. കടലക്കറി തിളച്ചുകൊണ്ടിരിക്കുന്നു. ലൂസായിട്ടുള്ള ഗോതമ്പ് പൊടി മേടിക്കുന്നവരെ ശ്രദ്ധിക്കണം. ഗോതമ്പ് പൊടിക്കകത്ത് പുഴുക്കൾ കാണും. അതൊരു അരിപ്പയ്ക്കകത്ത് അരിച്ചിട്ടെടുക്കുന്നതായിരിക്കും ഗുണം. ചെറിയ പുഴുക്കൾ കാണും നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുന്ന ഗോതമ്പൊടിക്കകത്ത്. ഇവിടുന്ന് ഒരു ദിവസം റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് ഗോതമ്പൊടി നമുക്ക് കിട്ടും. പക്ഷെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ 4 കവർ 5 കവർ കിട്ടും. 2 കാർഡിന്റെ സാധനം മേടിക്കുന്നുണ്ട്. ഒരാളുടെ കാർഡിന് 3, ഒരാളുടെ 2 കിട്ടും. അപ്പൊ ആ 5 തീരെ. അന്നേരം വേറെ
അരി പച്ചരി ഒന്നും കിട്ടാത്തത് കൊണ്ട് ഗോതമ്പ് പൊടി പെട്ടെന്ന് തീർന്നു. അപ്പം ലൂസായിട്ട് വാങ്ങിച്ച്. ലൂസായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ കടകളിൽ ഒത്തിരി നാളായിരിക്കുമല്ലോ കൊണ്ടുവച്ചിട്ട്. അതിൻ്റെ അകത്ത് തന്നെ അതിൽ കയറും. നമ്മളൊന്ന് അരിച്ച് ഉപയോഗിക്കുവാണെങ്കിൽ ആ പുഴുക്കളൊന്നും തിന്നേണ്ടതില്ല. അത് നരിച്ച് കളയുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാധനം നമ്മൾ വാങ്ങിച്ച് കുറെ നാൾ വെച്ചിരിക്കുമ്പോൾ കച്ചവടത്തിന് കൊണ്ടുവന്ന് വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ്. അത് നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്ക് പുഴുവിനെ കാണണോ? വലുതാക്കി കാണിച്ച ഇത് കണ്ടോ? രണ്ടെണ്ണം കിടക്കണോ? ഇത് കണ്ടോ? പിന്നെ നടക്കുന്നുണ്ടോ? പുട്ടുണ്ടാക്കി വീഡിയോസ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും പുട്ടസെല്ലാം കഴിച്ചു കഴിഞ്ഞു. എന്റെ പുട്ട് വേകുന്നതേ ഉള്ളതേ. അമ്മ പറയാ പുഴു ഉണ്ടായാലും തിന്നാൻ നല്ല ടേസ്റ്റാണ്. പുട്ടും കാണത്തില്ല, പാത്രം കാണത്തില്ല. ഞാൻ പുട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി. എന്റെ പുട്ട്